ഫ്രീലാൻസ് വർക്ക് എടുക്കുമ്പം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാതെ വർക്ക് സ്റ്റാർട്ട് ചെയ്യരുത്. തുടക്ക സമയത്ത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്നാണ് കൃത്യമായൊരു കോട്ട് കൊടുക്കാതെ ജസ്റ്റ് വാക്കാൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളാണെങ്കിലും വർക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ചെറുതാണെങ്കിലും ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു കോട്ട് കൃത്യമായി നമ്മൾ എത്ര ഡെലിവറബിൾസ് കൊടുക്കുന്നു, നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്യുന്നു, എത്ര നാളത്തേക്കാണ്, പാക്കേജ് എത്രയാണെന്ന് കൃത്യമായി ഫിക്സ് ചെയ്യാതെ എത്ര ചെറിയ വർക്കാണെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്. രണ്ട്, നമ്മുടെ ക്ലയൻറ്റിന് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്താണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ പോകുന്ന സർവീസ് എന്നതിനെക്കുറിച്ച് കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യുക. ക്ലയൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ നിർബന്ധമായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇവർ വന്ന് ചോദിക്കും റിസൾട്ട് എന്ത് ചെയ്യും. അവർ ഹൈ എക്സ്പെക്റ്റേഷനൊക്കെ ആയിരിക്കും വെച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴും അതിലൊരു റിയാലിറ്റി ഉണ്ട്. അതിൽ നമ്മൾ കൊടുക്കേണ്ട എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ടേ വരുള്ളൂ. സോ നിങ്ങളൊരു വലിയ പാക്കേജ് കൊടുക്കുകയാണ്, അതനുസരിച്ചുള്ള എഫേർട്ട് ഇടുമ്പം അതനുസരിച്ചുള്ള റിസൾട്ട് വരും. നിങ്ങളൊരു ചെറിയ പാക്കേജാണ് കൊടുക്കുന്നെങ്കിൽ അതിൽ ഒരു മാജിക് സംഭവിച്ച് ഒരു വണ്ടർ സംഭവിച്ച് റിസൾട്ട് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. സോ അതെന്തായാലും കൃത്യമായി നിങ്ങൾ ക്ലയൻറ്റിനെ പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യുക.